യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ തലസ്ഥാനം യുദ്ധക്കളമായി ഇന്ന്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 2 മണിക്കൂറാണ് നീണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റു. അബിനെ മർദ്ദിച്ച കന്റോൺമെന്റ് SI ജുജുവിനെ നേതാക്കൾ എത്തും മുൻപ് പോലീസ് സ്ഥലത്ത് നിന്ന് മാറ്റി. പത്തനംതിട്ടയിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. PV അൻവർ MLA ആരോപണം ഏറ്റുപിടിച്ച മുഖ്യമന്ത്രിയുടെ രാജിക്കായി സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച്. MM ഹസൻ ഉദ്ഘാടനം ചെയ്തു മടങ്ങിയതിനു പിന്നാലെ ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകരുടെ ശ്രമം. തലസ്ഥാനത്ത് തെരുവ് യുദ്ധം. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേർക്ക് നേരെ ഏറ്റുമുട്ടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പോലീസ് വളഞ്ഞിട്ട് തല്ലി. കെ സുധാകരനടക്കം നേതാക്കൾ സമരരംഗത്തേക്ക് എത്തും മുൻപ് SIയെ നീക്കാൻ പോലീസ് നിർബന്ധിതരായി. സംഘർഷത്തിൽ കൈക്ക് പരിക്കേറ്റ SIയെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. പ്രവർത്തകർ അടിച്ചതാണ് എന്നുള്ളതാണ് എന്തായാലും SI വ്യക്തമാക്കുന്നത്. കണ്ണൂർ സ്റ്റേഷനിലെ SI ജുജുകുമാറാണത്. നിങ്ങൾ പോലീസ് പട്ടാളം വന്ന് നിങ്ങൾ വെടിവെച്ചാലും ഈ സമരം ഇവിടെ നിൽക്കില്ല. ഈ സമരം പിന്നെ കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി വർദ്ധിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. ഞങ്ങൾ എതിർക്കും. ഒരു സംശയവും വേണ്ട. നോയിക്കോ, നിങ്ങൾക്ക് നാളെ മുതൽ നോയിക്കോ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ചാടിക്കടക്കാൻ പലവട്ടം പ്രവർത്തകരോട് ശ്രമമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർക്കും മർദ്ദനമേറ്റു. രാഹുലിനെ കസ്റ്റഡിയിലേക്ക് നീക്കി. 1.5 മണിക്ക് തുടങ്ങിയ സമരമൊടുവിൽ അവസാനിച്ചത് 3:30 മണിയോടെ. മറ്റ് സ്ഥലങ്ങളിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.